ഹായ് ഹലോ, ഐ എം ഡാലിയ ഹിയർ. ഞാൻ ഇതിനു മുമ്പ് നോമ്പിൻ്റെ എപ്പിസോഡ് 3 ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഷോർട്സിലല്ല വീഡിയോയിലാണ് ആണുള്ളത്. അപ്പോൾ എല്ലാവരും എൻ്റെ പേജിൽ കയറിയിട്ട് 3 കണ്ടതിന് ശേഷം വേണം ഈ നോമ്പിൻ്റെ 4 കാണാനായിട്ട്. അതിൽ വളരെ മനോഹരമായിട്ട് ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഡീപ്പർ വേർഷൻ എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു കഥ ഞാൻ അതിൽ സംസാരിച്ചിട്ടുണ്ട്. സോ അത് ആദ്യം കാണുക, അതിനുശേഷം ഇത് കാണുക കേട്ടോ. അപ്പം ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യാന്നുള്ളത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു ഡിക്ലറേഷനാണത്. ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നൊരു വ്യക്തിയുടെ വൈബ്രേഷൻ വളരെ ഹൈ ആയിരിക്കും. കാണാത്തൊരു സാധനത്തിന് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാനും കഴിയില്ല. ഇപ്പോൾ ഈ ഒരു സാധനം, ഇതിപ്പോൾ ഒരു സ്ലൈഡ്, ഈ സ്ലൈഡിനെ കോൺഷ്യസ്ലി ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചാൽ ഇതൊരു സ്ലൈഡ് എത്ര മനോഹരമായിട്ടാണ് എൻ്റെ തലയിൽ ഇങ്ങനെ ക്ലിപ്പ് ചെയ്താൽ എത്ര മനോഹരമാണ് എൻ്റെ മുടി ഇരിക്കുന്നത് കാണാൻ. പിന്നെ ഇത് മെറ്റൽ കൊണ്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ ഒരു പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാരുകൾ, പിന്നെ ഈ ഓരോ മുത്തുകൾ ഉൽപ്പാദിപ്പിച്ച പ്ലാന്റുകളൊക്കെ ഉണ്ടാവും. ഈ മുത്തുകളെല്ലാം പിന്നെ ഇതിലേക്ക് ഇങ്ങനെ പതിപ്പിക്കാനായിട്ട് എത്രയേറെ പണിക്കാരുകളുണ്ടാവും. ആ പണിക്കാരെല്ലാം ഇത് കഷ്ടപ്പെട്ട് ഇതിനുള്ളിൽ ഇതെല്ലാം കയറ്റിയത് ആ പണിക്കാരെല്ലാം താങ്ക് യു സോ മച്ച്. പിന്നെ അതിന് ശേഷം ആ പ്ലാന്റിൽ നിന്ന് ഹോൾസെയിൽ ഷോപ്പിലേക്ക് ഇത് കൊണ്ടുവരുന്നു, ഡ്രൈവർ കൊണ്ടുവരുന്നു. അതിൻ്റെ കയറ്റാനും ഇറക്കാനും എല്ലാ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഇതിനെ എടുത്ത് ആ ഷോപ്പിലേക്ക് വെച്ചു. അവിടെ സെയിൽസ്മാനോ സെയിൽസ് ഗേളോ അതെല്ലാം എടുത്ത് അടുക്കി വെച്ചു. താങ്ക് യു സോ മച്ച്. പിന്നീട് അത് നമ്മുടെ കൈകളിലേക്ക് എത്തുമ്പോഴത്തേക്കും എത്രമാത്രം ആൾക്കാരാണ് ഇതിൻ്റെ ഇടയിൽ നമ്മൾക്ക് വേണ്ടിയിട്ട് ഇത് നമ്മുടെ കയ്യിലെത്താനായിട്ട് വർക്ക് ചെയ്ത്, അവർക്കെല്ലാം താങ്ക് യു സോ മച്ച്. ഇങ്ങനെ നമ്മൾ കോൺഷ്യസ്ലി ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്ന ഒരാൾ റിയലി അമേസിങ് ആണ്. ഇപ്പോൾ ഇതിവിടെ ഇങ്ങനെ വെറുതെ കിടക്കുന്ന ഒരു സാധനമാണെങ്കിൽ ഒരിക്കലും ഞാനിതിനെ ഇതവിടെ കിടക്കുന്ന ഒരു സാധനം, അതല്ലാതെ ഇതിന് അത്ര പ്രഷ്യസ് ആയിട്ട് കാണില്ല. പക്ഷെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ നിമിഷം മുതൽ ഇതെനിക്ക് പ്രഷ്യസ് ആണ്.